Hi all, welcome to yet another section. In this video, we are going to discuss about a novel that is 100 Years of Solitude written by Gabriel Garcia Marquez. വേൾഡ് ക്ലാസിക്സ് എന്ന പേപ്പറിലെ ഒരു നോവലാണ്. ഗബ്രിയേൽ ഗ്രേഷ്യ മാർക്വസ് ഒരു കൊളംബിയൻ റൈറ്ററാണ്. ആൻഡ് ഹി അസോസിയേറ്റഡ് വിത്ത് ദി ജാനർ മാജിക്കൽ റിയലിസം ആൻഡ് ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. His famous works are ഒന്ന് നമുക്ക് പഠിക്കാനുള്ള 100 Years of Solitude ആൻഡ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. ഇതിൻ്റെയൊക്കെ മെയിൻ തീംസ് ആയിട്ട് വരുന്നത് സോളിറ്റ്യൂഡ്, ലവ് ആൻഡ് ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. ഇനി മാജിക്കൽ റിയലിസം എന്താണെന്ന് നോക്കാം. ഇതൊരു ലിറ്റററി യാനറാണ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഫാൻറ്റസിക്കൽ എലമെൻറ്റ്സ് ഇൻ ടു റിയലിസ്റ്റിക് സെറ്റിങ്സ്. മീൻസ് ഓർഡിനറി ലൈഫ് സിറ്റുവേഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് മാജിക്കൽ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. അതാണ് ഈ മാജിക്കൽ റിയലിസത്തിൽ വരുന്നത്. ഫാൻറ്റസിക്കൽ വേൾഡിൽ നിന്നും ആ ഒരു എലമെൻറ്റ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഒരു ഡ്രീമി വേൾഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ ഓർഡിനറി ലൈഫ് സിറ്റുവേഷൻസ്. അത് തന്നെയാണ് ഇതിലൂടെ പോർട്രേ ചെയ്യുന്നത് ഈ ഒരു മാജിക്കൽ റിയലിസത്തിലൂടെ. ഈ നോവൽ കുറച്ച് ലെങ്തി ആണ്, പിന്നെ ഓരോരോ പേരുകളൊക്കെ ഉണ്ട്, കുറച്ച് ഡിഫിക്കൾട്ടാണ്. സോ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ നോവലിലേക്ക് പോവാം. 100 Years of Solitude. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1967 ആദ്യമായി പബ്ലിഷ് ചെയ്യുന്ന ലാംഗ്വേജ് സ്പാനിഷിലാണ്. പിന്നീട് 1970 ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. 41 ലാംഗ്വേജസിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നോവൽ ബോണ്ടിയ ഫാമിലി, അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെറ്റ് ഇൻ എ ഫിക്റ്റീഷ്യസ് ടൗൺ ഓഫ് മെക്കാൻഡോ എന്ന് പറയുന്നൊരു പ്ലേസിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ജോസ് ആർക്കേഡിയോ ബോണ്ടിയും അദ്ദേഹത്തിൻ്റെ 7 ജനറേഷൻ്റെ സ്റ്റോറിയാണ് ഇതിൽ. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് അവരുടെ ആ ഒരു ഫാമിലി ട്രീ. ഓരോരുത്തരുടെ പേര് വ്യക്തമായിട്ട് ഈ ഒരു പിക്ചറിലുണ്ട്. അത് വരച്ച് തന്നെ, ആ ഒരു ഫാമിലി ട്രീ വരച്ച് തന്നെ നോക്കിയാലേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. നമുക്കിനി പാർട്ട് ബൈ പാർട്ടായിട്ട് ഈ ഒരു സ്റ്റോറി അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ആദ്യം തന്നെ ബോണ്ടിയ ഫാമിലി. ജോസ് ആർക്കേഡിയോ ബോണ്ടിയും അദ്ദേഹത്തിൻ്റെ വൈഫ് ഉർസുലയും കൊളംബിയ എന്ന സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ ചെന്നിട്ട് അവർ ഹോമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ത്രൂ ഔട്ട് ബാക്കിയുള്ള അവരുടെ ലൈഫ് അവിടെ ജീവിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ജോസ് ആർക്കേഡിയോ ബോണ്ടിയ ഒരു റിവർ സൈഡിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ഡ്രീം കാണാണ്. ആ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം കാണുന്ന ഡ്രീം ഇങ്ങനെയാണ്. ഒരു ടൗൺ ആണ് അദ്ദേഹത്തിൻ്റെ വിഷനിൽ വരുന്നത്. ആ ടൗൺ ആണ് മെക്കാൻഡോ എന്നാണ് ആ ടൗണിൻ്റെ പേര്. MACONDO. ആ ഒരു ടൗൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മിറേഴ്സ് ആൻഡ് ഗ്ലാസസ്. മിറേഴ്സും ഗ്ലാസും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൗൺ ആണ് അദ്ദേഹം ഡ്രീമിൽ കാണുന്നത്. ബട്ട് പിന്നീട് അവിടെ ആ ഒരു ടൗൺ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൗൺ അവരുടെ ഹോം ലാൻഡായി മാറുന്നു. ഓക്കെ, അതിനുശേഷം അവരവിടെ ജീവിക്കുന്നു. അങ്ങനെ അവർക്ക് 2 ആൺമക്കൾ ഉണ്ടാവുന്നു. ഉർസുല 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ആ 2 ആൺകുട്ടികളുടെ പേരാണ് ജോസ് ആർക്കേഡിയോയും കേണൽ ഒർലിയാനോ. ജോസ് ആർക്കേഡിയോ ബോണ്ടിയ ഫാദറാണ്. മകൻ്റെ പേരും അതേ സിമിലാരിറ്റി തന്നെയാണ്, ജോസ് ആർക്കേഡിയോ. രണ്ടാമത്തെ മകനാണ് കേണൽ ഒർലിയാനോ. അപ്പോൾ ഇവർ മെക്കാൻഡോ എന്ന ടൗണിലാണ് ജനിക്കുന്നത്. കുറേ നാൾക്കു ശേഷം ഈ ഒരു ടൗണിലോട്ട് കുറച്ച് ജിപ്സീസ് വരുന്നുണ്ട്. അവർ ഈ ജോസ് ആർക്കേഡിയോ, ഈ മൂത്ത മകനായ ജോസ് ആർക്കേഡിയോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റ്, മാഗ്നിഫയിങ് ഗ്ലാസസ്, ടെലസ്കോപ്പ് പോലെയുള്ള സർപ്രൈസിങ് ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് ടെലസ്കോപ്സ് ഒക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ജിപ്സീസിൻ്റെ ലീഡർ ആണ് മെൽക്കുഡിസ് എന്ന് പറയുന്ന ആളാണ്. ഇനി നമ്മൾ കാണുന്നത് ഇവരുടെ ഒരു ഫാമിലിയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. ജോസ് ആർക്കേഡിയോ ബോണ്ടിയും വൈഫ് ഉർസുലയും
കൊളംബിയയിൽ നിന്നും വരുന്നതിന് മുന്നേ നടക്കുന്ന കാര്യങ്ങൾ. ഇവർ കസിൻസാണ്, ഫാമിലി റിലേഷൻ, ബ്ലഡ് റിലേഷനുള്ള കസിൻസാണ്. അപ്പോൾ അങ്ങനെ മാരി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡറൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു വാർണിംഗ് ഇവർക്കും കിട്ടുന്നുണ്ട്. ഇവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുമെന്നൊരു കേഴ്സ് ഇവർക്കും ഉണ്ട്. കേഴ്സ് അല്ല, ഒരു വാർണിംഗ് ഇവർക്കുമുണ്ട്. പക്ഷേ ഇവർ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്, ജോസ് ആർക്കേഡിയും കേണൽ എർലിയാനോ. ആ ഒരു വാർണിംഗ് പിന്നീട് ഇവരുടെ വരും തലമുറയിൽ വരുന്നുണ്ട്, ആ ഒരു ജനറ്റിക് ഡിസോർഡർ. അത് നമുക്ക് ത്രൂ ഔട്ട് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജോസ് ആർക്കേഡിയോ ഒരു ലേഡിയായിട്ട് റിലേഷനിലാവുന്നുണ്ട്. പില്ലർ ടെർണിയാറ എന്നാണ് അവരുടെ പേര്. അതിൽ അവർ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ജോസ് ആർക്കേഡിയോ ആ നേരത്തെ പരിചയപ്പെട്ട ജിപ്സീസിൻ്റെ കൂടെ നാട് വിട്ട് പോവുകയാണ്. എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു എന്നൊന്നും ഇവർക്കറിയത്തില്ല, നാട് വിട്ട് പോവുകയാണ്. ആ ഒരു ടൈമിൽ ഈ ജോസ് ആർക്കേഡിയോയുടെ അമ്മയുണ്ടല്ലോ, ഉർസുല പ്രഗ്നൻ്റ് ആണ്. അവരൊരു ബേബി ഗേളിന് ജന്മം നൽകുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പേരാണ് അമറാൻഡ. അപ്പോൾ ഈ അമറാൻഡയുടെ ആ ഒരു പ്രസവത്തിന് ശേഷം ഉർസുല ആദ്യത്തെ മകനായ ജോസ് ആർക്കേഡിയോയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ആ യാത്രയിൽ അവർ ഒരു കാര്യം ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. മെക്കാൻഡോയിൽ നിന്നും പുറത്തേക്കുള്ള രാജ്യം, ആ ഒരു സിവിലൈസേഷനിലേക്ക് ഒരു കണക്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് ഇവർ ആ ഒരു യാത്രയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പില്ലർ ടെർണേറ ഒരു മകനാണ് ജന്മം നൽകുന്നത്. ഒർലിയാനോ ജോസ് എന്നാണ് മകൻ്റെ പേര്. അതിനുശേഷം ഉർസുലയും ജോസ് ആർക്കേഡോ ബോണ്ടിയും വേറൊരു പെൺകുട്ടിക്ക് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, വേറൊരാളെ. റെബേക്ക എന്നാണ് ആ കുട്ടിയുടെ പേര്. പക്ഷേ ആ കൊച്ചിനൊരു ഡിസീസുണ്ട്, ഒരു മെമ്മറിയൊക്കെ ലോസ് ആവുന്നൊരു ഡിസീസുണ്ട്. എന്നിട്ട് ഈ ജിപ്സീസിൻ്റെ ലീഡർ ഉണ്ടല്ലോ, മെൽക്കുഡിസ്, ആ ടൈമിൽ ഒരു ക്യൂർ കൊണ്ടുവരുന്നുണ്ട്. ഫോട്ടോഗ്രഫി ടെക്നിക്ക് എന്നാണ് അതിന് പറയുന്നത്. ആ ക്യൂർ വെച്ചിട്ട് ആ കൊച്ചിൻ്റെ അസുഖമൊക്കെ മാറ്റാം. പിന്നെ ജോസ് ആർക്കേഡോ ബോണ്ടിയ ഗോഡിൻ്റെ പിക്ചറൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് ഫെയിൽ ആവുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു പവർ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ബോണ്ടിയ ഫാമിലിയും മോസ്കോട്ട് ഫാമിലിയും തമ്മിലൊരു പവർ ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഫാമിലിയിലുള്ള, ഈ മോസ്കോട്ട് ഫാമിലിയിലുള്ളൊരു പെൺകുട്ടിയായിട്ട് ഇവരുടെ 2ാമത്തെ മകൻ ഇഷ്ടത്തിലാവുന്നു. കേണൽ ഒർലിയാനോ ഇഷ്ടത്തിലാവുന്നു. ആ കുട്ടിയുടെ പേരാണ് റെമഡോസ് മോസ്കോട്ട് എന്നാണ് കുട്ടിയുടെ പേര്. എന്നിട്ട് ഈ ജോസ് ആർക്കേഡോ ബോണ്ടിക്ക് 2 കുട്ടികളുണ്ടല്ലോ, അമറാൻഡയും റബേക്ക. അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണ് റബേക്ക. ഇവരെ ഡാൻസ് പഠിപ്പിക്കാനായിട്ടൊരു ഇറ്റാലിയൻ മാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പീട്രോ ക്രാസ്പി എന്നാണ് പേര്. ഇയാളുമായിട്ട് ഈ 2 പെൺകുട്ടികളും, ഈ അമറാൻഡയും റബേക്കയും ഇഷ്ടത്തിലാവുന്നു. പക്ഷേ പീട്രോ ക്രാസ്പിക്ക് ഇഷ്ടമാവുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് റബേക്കയാണ്. അവർ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അമറാൻഡ അതിനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം അമറാൻഡയ്ക്ക് പീട്രോ ക്രാസ്പിയെ ഇഷ്ടമാണ്. അങ്ങനെ അതവിടെ ഡിസ്പോസ് ആവുകയാണ്. ആ ഒരു ടൈമിലാണ് ഈ ജിപ്സീസിൻ്റെ ലീഡറായ മെൽക്കുഡിസ് മരിക്കുന്നത്. അങ്ങനെ ഒർലിയാനോയുടെയും റെമഡോസിൻ്റെയും മാരേജിൻ്റെ ആ ഒരു ടൈം, അവരുടെ സെക്കൻഡ് സണ്ണായ ഒർലിയാനോ, മറ്റ് ഫാമിലി മോസ്കോട്ട് ഫാമിലിയിലെ റെമഡോസിൻ്റെ മാരേജ്. അപ്പോൾ ഇതേ ഡേയിൽ തന്നെയാണ് റബേക്കയുടെയും പെട്രോക്രാസ്പിയുടെയും മാരേജ് നടക്കാനൊക്കെ ഡിസൈഡ് ചെയ്തിരുന്നത്. പക്ഷേ അമറാൻഡ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അതവിടെ നടക്കുന്നില്ല. അങ്ങനെ ഒർലിയാനോ റെമഡോസിൻ്റെ മാരേജ് കഴിയുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ റെമഡോസ് മരിച്ചു പോവുകയാണ്. ആ ടൈമിൽ അവർ പ്രഗ്നൻ്റ് ആണ്. ട്വിൻസ് ബേബീസാണ് അവർക്ക് ഉണ്ടാവുന്നത്. ആ ഒരു ടൈമിലാണ് ഈ നാട് വിട്ട് പോയ ജോസ് ആർക്കേഡിയോ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ അഡോപ്റ്റഡ് ചൈൽഡായ റെബേക്കയ്ക്ക് ഈ ജോസ് ആർക്കേഡിയോനോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. ആഫ്റ്റർ ഓൾ അവർ മാരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഉർസുല എന്ത് ചെയ്യുന്നു? ഉർസുലയ്ക്കൊന്നും അത് ഇഷ്ടമല്ല. അവരെ വീട്ടിൽ നിന്നൊക്കെ ബാൻ ചെയ്ത് തള്ളി വിടുന്നുണ്ട്. വീട് വിട്ട് പോകാനൊക്കെ പറയുന്നു. അങ്ങനെ അവർ വീട് വിട്ട് പോവാണ്. അപ്പോൾ ഈ ഫാമിലീസ് തമ്മിലൊരു പവർ സ്ട്രഗിൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമല്ലേ. ആഫ്റ്റർ ദാറ്റ് പെട്രോക്രാസ്പി അമറാൻഡയെ പ്രപ്പോസ് ചെയ്യുന്നു. ബട്ട് ഷീ റിജക്റ്റ്. അതെന്തുകൊണ്ടാണ്? അവൾക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അവളത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിഷമത്തിലൊക്കെ ഈ പെട്രോക്രാസ്പി സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അവൾ ഇഷ്ടമായിരുന്നു,
പക്ഷേ റബേക്കയോട് ആ ഒരു ക്രഷ് ഉള്ളത് കൊണ്ട് അവളതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ആ ഒരു വിഷമത്തിൽ അമറാണ്ട ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ വിഷമത്തിൽ പെട്രോ ക്രാസ്പി സൂയിസൈഡ് ചെയ്യാണ്. അപ്പോൾ മരിച്ച ആ ഒരു വിഷമത്തിൽ ഇവൾ സ്വയം ഇവളെ തന്നെ പണിഷ് ചെയ്യാണ്. അമറാണ്ട സ്വയം പണിഷ് ചെയ്യാണ്. ആ ഒരു പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം കൈ സ്വന്തമായിട്ട് അങ്ങനെ ബേൺ ചെയ്യാണ്. ആൻഡ് ഷീ ലിവ്ഡ് റെസ്റ്റ് ഓഫ് ഹർ ലൈഫ്. അങ്ങനെ ആ ഒരു ബ്ലാക്ക് ബാൻഡേജ് ഒക്കെ ചുറ്റിയായിരുന്നു ഇവളുടെ റെസ്റ്റ് ഓഫ് ഹർ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് ഇത്രയും മതി. ഹോപ്പ് യു ഓൾ ഗോട്ട് അണ്ടർസ്റ്റാൻഡ്. ജോസ് ആർക്കേഡിയോ ബോണ്ടിയ, വൈഫ് ഉർസുല, അവരുടെ 2 മക്കൾ ജോസ് ആർക്കേഡിയോ, കേണൽ ഒർലിയാനോ. ജോസ് ആർക്കേഡിയോ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, അവിടെ ഒരു കുട്ടി ഉണ്ടാവുന്നു. പിന്നെ ഉർസുല ഗീവ് ബർത്ത് ടു അമറാണ്ട, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, റബേക്ക. പിന്നെ സെക്കൻഡ് സണ്ണായ ഒർലിയാനോ റെമഡോസിനെ മാരി ചെയ്യുന്നുണ്ട്. പിന്നെ ഒർലിയാനോയുടെയും റെമഡോസിൻ്റെ മാരേജ് ആ ഒരു ഇതിൽ പറയുന്നു. ദെൻ ജോസ് ആക്കിയോട് തിരിച്ചു വരുമ്പോൾ റബേക്കയുമായിട്ടൊരു ഇഷ്ടത്തിലാവുന്നു, അവർ മാരേജ് ചെയ്യുന്നുണ്ട്. പെട്രോസ്കോപ്പി അമറാൻഡെ പ്രപ്പോസ് ചെയ്യുന്നു, ബട്ട് ഷീ റിജക്റ്റ്. ആ ഒരു വിഷമത്തിൽ ഇവൾ സ്വയം പണിഷ് ചെയ്യുന്നുണ്ട്. ഇത്രയാണൊരു ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ റിമൈനിങ് സ്റ്റോറി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് യു ഓൾ ഗോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. Subscribe for more. Thanks for hearing.